നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാഹി അമ്മയുടെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചുമെല്ലാം ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഫലം ലഭിക്കുന്നതും അതുപോലെ തന്നെ ഏത് സന്ദർഭങ്ങളിൽ വേണമെങ്കിലും ജപിക്കാവുന്നതുമായ ഒരു വിശേഷപ്പെട്ട വരാഹി ദേവിയുടെ മന്ത്രജപത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മുടെ ഏതൊരു വിഷമഘട്ടത്തിലും കൈത്താങ്ങായി നിന്ന് നമ്മളെ സഹായിക്കുന്ന ദേവിയാണ് വരാഹിയമ്മ. ഇപ്പോഴും വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാനും അതുപോലെ തന്നെ വരാഹി ദേവിയുടെ മന്ത്രജപങ്ങൾ ചൊല്ലുവാനും ഒരുപാട് പേർ ഭയക്കുന്നുണ്ട്. വിശ്വാസത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ഏതൊരു വ്യക്തി വരാഹിയമ്മയെ മനഃപൂർവ്വമായി വിളിക്കുന്നുവോ അവർക്ക് അപ്പോൾ തന്നെ തുണയായി നിൽക്കുവാൻ വരാഹി ദേവി അവരുടെ മുൻപിലേക്ക് ഓടിയെത്തുമെന്നാണ് പറയുന്നത്. അത്രയും ശക്തിയും സ്നേഹവുമുള്ള ദേവിയാണ് വരാഹിയമ്മ. നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും ആ കഷ്ടപ്പാടുകളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നിത്യവും വരാഹി ദേവിയെ വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കും. പക്ഷേ എല്ലാവർക്കും എല്ലായ്പ്പോഴും വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഈ മന്ത്രജപത്തെക്കുറിച്ച് പറയുന്നത്. 9 ദിവസവും 9 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രജപം ജപിക്കാവുന്നതാണ്. രാവിലെയോ വൈകുന്നേരമോ ജപിക്കാവുന്നതാണ്. പൂജാമുറിയിൽ ചെന്നിരുന്ന് ജപിക്കണമെന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. മറിച്ച് നമ്മുടെ മനസ്സ് ശാന്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വരാഹി ദേവിയെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ഏത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചു ഈ മന്ത്രം ജപിക്കുന്നത് ആ ആഗ്രഹങ്ങൾ വെറും 9 ദിവസത്തിൽ തന്നെ നടന്നു കിട്ടുമെന്നും പറയുന്നതിൽ തെറ്റില്ലാത്ത ഒരു കാര്യമാണ്. കാരണം അത്രയും ശക്തിയേറിയ ഒരു വരാഹി മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. പ്രധാനമായും ഈ മന്ത്രജപത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ സകലവിധ ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യുവാനും കടമായി വാങ്ങിയ പണം തിരികെ കൊടുക്കുവാനും അതുപോലെ തന്നെ ലോണുകൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുവാനും വളരെ ആഗ്രഹിച്ചു വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലാണ്, ഒരുപാട് വർഷങ്ങളായി അത് തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, അതിൻ്റെ പലിശ പോലും കിട്ടുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കെല്ലാവർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. മാത്രമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനായിട്ടും കൂടാതെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുവാനായിട്ടും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണോ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഏതു ദിവസം മുതൽക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാമെന്ന് പലർക്കും സംശയമുണ്ടാകും. ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ കണ്ണുകളിലേക്ക് വന്നു ചേരുന്നത് ആ സമയം മുതൽക്ക് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാൽ പീരിയഡ് സമയങ്ങളിൽ ഈ മന്ത്രം ജപിക്കരുത്. നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കരുത്. നോൺ വെജ് കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പക്ഷേ നോൺ വെജ് കഴിച്ചതിനു ശേഷം ഈ മന്ത്രം ജപിക്കരുത്. അതുപോലെ തന്നെ കുളിക്കാതെയും ഈ മന്ത്രം ജപിക്കരുത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയെയും താഴ്ചയെയും നിർണ്ണയിക്കുന്നത് എന്ന്. നമ്മൾ എത്രമാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നുവോ തീർച്ചയായും അത് 90% വിജയിക്കും. പിന്നെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് 10% അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമെന്നൊഴികെ വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പൂർണ്ണ വിശ്വാസം മാത്രം മതി വരാഹി ദേവിയുടെ ഈ മന്ത്രം ജപിക്കുവാനായിട്ട്. കൂടാതെ തന്നെ ഈ മന്ത്രജപത്തിന് പൂർണ്ണ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകളൊന്നും നോക്കാതെ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ്, അതായത് ഈ 9 ദിവസവും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതിന് അതീത ഫലമാണ് ഉള്ളത്. അതിനാലാണ് ഞാൻ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് മന്ത്രജപങ്ങൾ ജപിക്കുവാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഒരു 10-20 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഏതൊരു മന്ത്രവും ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും.
ഏതെങ്കിലും ഒരു കാര്യം മുൻനിർത്തിയാണ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് എങ്കിൽ 9 ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയെങ്കിലും നിങ്ങൾ 9 ദിവസം പൂർണ്ണമായും ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറഞ്ഞത് 9 തവണയാണ് ജപിക്കുവാനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് 108 തവണ ജപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ജപിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അടുത്ത ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് നിങ്ങൾ ഒരാഴ്ചത്തെ സമയം കൊടുക്കുക. അതിനുശേഷം മാത്രം വീണ്ടും ഈ മന്ത്രജപം തുടരുക. അപ്പോൾ ഏതാണ് വരാഹി ദേവിയുടെ ആ വിശേഷപ്പെട്ട മന്ത്രം എന്ന് കാണാം. വരാഹി അമ്മയുടെ നാമത്തിന് മുൻപിൽ വരാഹി ദേവിയുടെ ബീജമന്ത്രവും കൂടി ചേർന്ന ഓം ഐം ക്ലൗം വരാഹി ദേവിയേ നമഃ. ഓം ഐം ക്ലൗം വരാഹി ദേവിയേ നമഃ. ഓം ഐം ക്ലൗം വരാഹി ദേവിയേ നമഃ എന്നാണ് ഈ മന്ത്രജപം. ഈ മന്ത്രമാണ് ദിവസവും 9 തവണ ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ ഏതൊരു കാര്യത്തിന് പുറപ്പെടുകയാണെങ്കിലും ആ കാര്യം 100% ഫലം തരുന്നവയായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഏത് കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യവും ഉടനെ തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും. ഒരുപാട് വരാഹി ദേവിയുടെ സവിശേഷതകളെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിലും കൂടി നമ്മുടെ പല വീഡിയോകളിലൂടെയും അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ചും അമ്മയുടെ മന്ത്രങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദേവിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല. അത്രയും വിശേഷപ്പെട്ടതാണ് വരാഹി ദേവി വഴിപാട് എന്ന് പറയുന്നത്. ഇപ്പോഴും വരാഹി ദേവിയെ ചിലർ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ തന്നെ വരാഹി ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ വഴിപാട് വീടുകളിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല. അതുപോലെ തന്നെ വരാഹി ദേവിയുടെ പടം അല്ലെങ്കിൽ വിഗ്രഹം നമ്മൾ വീടുകളിൽ വെച്ച് വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ സമ്മതം കൂടി വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഭാര്യയ്ക്ക് വളരെയധികം താല്പര്യമായിരിക്കും വരാഹി ദേവിയെ വഴിപാട് ചെയ്യുവാനായിട്ട്. പക്ഷേ ഭർത്താവ് സമ്മതിക്കുന്നില്ല, വീട്ടിലുള്ള അമ്മായിയമ്മ സമ്മതിക്കുന്നില്ല, അവിടുത്തെ അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കൾ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. മറിച്ച് മനസ്സിൽ ദേവിയെ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അതുപോലെ തന്നെ പഞ്ചമി ദിവസങ്ങളിൽ ഒരു വിളക്ക് കത്തിച്ച് വരാഹി ദേവിയെ സങ്കല്പിച്ച് ഞാൻ ഈ പറയുന്ന വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്താൽ മാത്രം മതി. വരാഹി ദേവി നിങ്ങളുടെ മുമ്പിലേക്ക് ഓടിയെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുവാനായി ചൊല്ലേണ്ട വരാഹി മന്ത്രം ഏതാണ്, ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പീരിയഡ് സമയങ്ങളിൽ ചൊല്ലരുത്, നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലരുത്, അതുപോലെ തന്നെ നമ്മൾ കുളിക്കാതെയും ഈ മന്ത്രം ജപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാലും സാരമില്ല. നമുക്ക് പുറത്തെവിടെയെങ്കിലും ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കിഴക്കു ദിശയോ അതല്ലെങ്കിൽ വടക്കു ദിശയോ നോക്കി ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിച്ചാലും ഫലം അത്യുത്തമം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.